ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, ഇന്നത്തെ മത്സരം നമ്മുടെ CSK വേഴ്സസ് ബാംഗ്ലൂരു തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അതുപോലെ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ടിപ്സും കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ ഇപ്പോൾ മാച്ച് നമ്പർ 8 ആണ്. അപ്പോൾ മത്സരം നടക്കുന്നത് മാർച്ച് 28-ാം തീയതി കൃത്യം 7:30 മത്സരം നടക്കുന്നത്. നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ടായ ചിദംബരം സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. സോ ഈ ഒരു മത്സരത്തിൻ്റെ മറ്റു ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെയാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിലോട്ട് കയറാൻ ശ്രമിക്കുക. നമ്മൾ ഇതിൽ ഒരുപാട് ടീംസ് ഇനി ഇടാൻ പോകുന്നതാണ്. സോ മസ്റ്റായിട്ട് നിന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ IPL മാച്ചിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ആ ഒരു ഗ്രൂപ്പിലാണ് കൊടുക്കുന്നത്. കയറി ജോയിൻ ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞു, നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റിയ അനാലിസിസും കാര്യങ്ങളിലോട്ടൊക്കെ കടക്കുന്നതിന് മുന്നേ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു മത്സരം നടന്നത് ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ്. സോ അതിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റീസെൻ്റ്ലി നടന്നൊരു മത്സരം ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല ക്ലിയർ കട്ട് ഐഡിയ കിട്ടും ഈ ഒരു മത്സരത്തെ പറ്റിയും. അതുപോലെ തന്നെ ഇനി നടക്കാൻ പോകുന്ന മത്സരത്തെ പറ്റിയുള്ള കുറച്ച് ഐഡിയാസും കാര്യങ്ങൾ കിട്ടും. സോ അതിനായിട്ട് നമ്മൾ റീസെൻറ്റ് മത്സരങ്ങളാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിൽ റീസെൻ്റ് ആയിട്ട് നടന്നൊരു മത്സരമാണ്. കഴിഞ്ഞൊരു സൺഡേ നടന്ന മത്സരമാണ്. അതിൽ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീം നമ്മുടെ മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു. 155 റൺസിനായിരുന്നു ആ ഒരു ടീമിൽ നിന്നത്. 9 വിക്കറ്റ്സും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരായ സൂര്യകുമാറും അതുപോലെ തന്നെ തിലക് വർമ്മയാണ് അത്യാവശ്യം റൺസ് സ്കോർ ചെയ്തത്. കൂടുതൽ വിക്കറ്റ് എടുത്തത് ഖലീൽ അഹമ്മദാണ്. അതുപോലെ തന്നെ നമ്മുടെ നാത്തൻ ഇലിക്സ് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ട്. നൂർ അഹമ്മദ് 4 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അശ്വിൻ 1 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ടോട്ടലി നോക്കുന്ന സമയത്ത് 4 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 5 വിക്കറ്റ് സ്പിന്നേഴ്സുമാണ് ഫസ്റ്റ് ഇന്നിങ്സിൽ എടുത്തത്. ഓക്കെ, ദെൻ സെക്കൻഡ് ഇന്നിങ്സിലോട്ട് നോക്കുന്ന സമയത്ത് ചെന്നൈയുടെ കുറച്ച് വിക്കറ്റ്സ് പോയിട്ടുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിലാണെങ്കിൽ 158 റൺസിന് 6 വിക്കറ്റാണ് പോയത്. അതിൽ കൂടുതൽ വിക്കറ്റ്സ് എടുത്തത് 3 വിക്കറ്റ് വിഘ്നേഷ് പുത്തൂരാണ്. ദെൻ അതുപോലെ തന്നെ 1 വിക്കറ്റ് നമ്മുടെ വിൽ ജാക്സും പിന്നെ ദീപക് ചഹാറാണ് എടുത്തത്. കൂടുതലായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രൗണ്ടിൽ മിഡിൽ ഓവേഴ്സ് ചെയ്യുന്ന സ്പിന്നേഴ്സിന് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നമുക്ക് ആ ഒരു മത്സരത്തിൽ നിന്ന് തന്നെ ഏകദേശം നന്നായിട്ട് മനസ്സിലാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സോ ഇന്നത്തെ മത്സരത്തിൽ സ്പിന്നേഴ്സ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ തീർച്ചയായിട്ടും നമ്മുടെ ടീമിലോട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ നമ്മുടെ പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കോമ്പറ്റിറ്റീവ് പിച്ചാണ്. അതായത് ബാറ്റിങ്ങിനും ബോളിങ്ങിനും ഈക്വൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു പിച്ചാണ്. അത്യാവശ്യം റൺസ് വരും. അതുപോലെ തന്നെ സ്പിന്നേഴ്സ് കൂടുതലും വിക്കറ്റ് എടുക്കാനും കുറച്ച് ചാൻസസ് ഉണ്ട്. റീസെൻ്റ് നടന്ന മത്സരങ്ങളിൽ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ സ്പിന്നേഴ്സ് മാത്രമേ വിക്കറ്റ്സ് എടുക്കുമെന്ന് പറയുന്നില്ല. നമ്മുടെ ഫാസ്റ്റ് ബോളേഴ്സിനും ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതാണ്. സോ ആവറേജ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 155 റൺസാണ്. അതുപോലെ തന്നെ ടോട്ടലി ഈ ഒരു ഗ്രൗണ്ടിൽ 141 മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. ഫസ്റ്റ് ബാറ്റിംഗ് 72 മത്സരങ്ങളും വിൻ ചെയ്തിട്ട് സെക്കൻഡ് ബാറ്റിംഗ് 67 മത്സരങ്ങളും വിൻ ചെയ്തിട്ടുണ്ട്. ദെൻ സ്കോറിംഗ് പാറ്റേൺസ് നോക്കുന്ന സമയത്ത് 150 റൺസിൻ്റെ മുകളിൽ 54 മത്സരങ്ങൾ പോയിട്ടുണ്ട്. അതുപോലെ 170 റൺസിനടുത്ത് വരെ 42 മത്സരങ്ങൾ പോയിട്ടുണ്ട്. 190 റൺസിനടുത്ത് വരെ 23 മത്സരങ്ങളും പോയിട്ടുണ്ട്. 190 മുകളിൽ 22 പോയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ മത്സരങ്ങളും ഹൈ സ്കോറിംഗ് ഗെയിമായിട്ടാണ് നമുക്ക് ഈ ഒരു ഗ്രൗണ്ടിൽ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഓവറോൾ വിക്കറ്റ് ടേക്കിംഗ് നോക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ 141 മത്സരങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിരിക്കുന്നത് ഫാസ്റ്റ് ബൗളേഴ്സാണ്. 379 വിക്കറ്റാണ് ഫാസ്റ്റ് ബൗളേഴ്സ് എടുത്തിട്ടുള്ളത്. സ്പിന്നേഴ്സ് 226 വിക്കറ്റ്സുമാണ് എടുത്തിട്ടുള്ളത്. കൂടുതലും ഫാസ്റ്റ് ബൗളേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് ടോട്ടൽ മത്സരങ്ങൾ ഇവിടെ, അതായത് നമ്മുടെ RCBയും അതുപോലെ ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ 33 മത്സരങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയാണ് 22 പ്രാവശ്യം വിൻ ചെയ്തിട്ടുള്ളത്. ബാക്കി 11 പ്രാവശ്യം മാത്രമേ നമ്മുടെ RCB വിൻ ചെയ്തിട്ടുള്ളൂ. സോ നമ്മുടെ പ്രോബബിലി കളിക്കാൻ ചാൻസ് ഉള്ള ചെന്നൈ സൂപ്പർ കിങ്സിലും അതുപോലെ തന്നെ RCBയും പ്ലെയേഴ്സിനെയാണ് ഇനി നോക്കാൻ പോകുന്നത്. CSK പ്ലെയേഴ്സിലോട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ഗെയ്ക്വാഡാണ് ക്യാപ്റ്റൻസി. പിന്നെ അതുപോലെ തന്നെ രച്ചിൻ രവീന്ദ്ര, രാഹുൽ ത്രിപാഠി, ദീപക് ഹൂഡ, ശിവാൻ ദുബെ, സാം കറൻ, അതുപോലെ രവീന്ദ്ര ജഡേജ, ദെൻ MS ധോണി, രവിചന്ദ്ര അശ്വിൻ, ദെൻ നൂർ അഹമ്മദ്, ഖലീൽ അഹമ്മദ്, നാഥൻ ഇലിക്സ് അല്ലെങ്കിൽ മതീഷ് പതിരാനെയാണ് വരാൻ ചാൻസ് ഉള്ളത്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മുടെ കമലേഷ് നാഗർകോട്ടെ അല്ലെങ്കിൽ വിജയ് ശങ്കർ അല്ലെങ്കിൽ ജെയ്മി ഓവർട്ടോണോ അല്ലെങ്കിൽ ഷെയ്ഖ് റാഷിദോ വരാൻ ചാൻസസ് ഉണ്ട്. കൂടുതലും നമ്മുടെ
വിജയ് ശങ്കറോ അല്ലെങ്കിൽ ഓവർടണൊക്കെ ആയിരിക്കും വരാൻ ചാൻസസ് ഉള്ളത്. അതുപോലെ തന്നെ പോസിബിൾ 11 നമ്മുടെ RCBയിൽ നോക്കുന്ന സമയത്ത് വിരാട് കോഹ്ലി, അതുപോലെ തന്നെ ഫിലിപ്പ് സാൾട്ട്, ദേവൂഡ് പടിക്കൽ, അതുപോലെ നമ്മുടെ രാജിത് പടിദാർ, അതുപോലെ തന്നെ നമ്മുടെ ജിതീഷ് ശർമ്മ, ലിയാൻ ലിവിൻസ്റ്റൺ, അതുപോലെ ടിം ഡേവിഡ് അല്ലെങ്കിൽ ജേക്കബ് ബെദൽ അതിൽ ഒരാളായിരിക്കും. ദെൻ കൃണാൽ പാണ്ഡ്യ, അതുപോലെ ഭുവനേഷ് അല്ലെങ്കിൽ റാസിക് സലാമോ ആയിരിക്കും. അതുപോലെ ജോസ് ഹേസൽവുഡ്, അതുപോലെ നമ്മുടെ യാഷ് ടയാൽ, സുയാഷ് ശർമ്മ, ഇത്രയും പേരാണ് RCBയിലുള്ളത്. അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മുടെ അഭിനന്ദൻ സിംഗോ അല്ലെങ്കിൽ നമ്മുടെ മനോജ് ബന്ദാജെ അല്ലെങ്കിൽ റോമിയോ ഷീപ്പേർഡ് അല്ലെങ്കിൽ സ്വപ്നിൽ സിംഗൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ പ്ലേയിങ് 11 ആയിട്ടുള്ളത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒരു പിച്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ റെക്കോർഡ്സും കാര്യമുള്ള പ്ലെയേഴ്സും അവരുടെ കുറച്ച് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം മുഴുവനായിട്ട് തന്നെ കേൾക്കാൻ ശ്രമിക്കുക. അതിന് മുന്നായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ XL11 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇതുവരെ യൂസ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും കയറി യൂസ് ചെയ്യാൻ തുടങ്ങിയ, കാരണം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റുന്നതായിരിക്കും. ഇവർ ഗീവേഴ്സ് ഇതാണ്ട് ₹0 ജോയിൻ ചെയ്തതിന് ഫസ്റ്റ് വന്ന 250 വെറുതെ കൊടുക്കുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ മത്സരങ്ങളും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ₹6 കൊടുത്തതിനാൽ ഫസ്റ്റ് വന്നാൽ ₹100 കിട്ടും. പിന്നെ ₹93 കൊടുത്തതിനാൽ ഫസ്റ്റ് വന്ന ₹1500 കിട്ടും. ₹3 കൊടുത്തതിനാൽ ഫസ്റ്റ് വന്നതിന് ₹60 കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഏതാണ് എമൗണ്ട്, ആ ഒരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിവിടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലെ ഫീച്ചറുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു കോൺടെസ്റ്റ്. നമ്മുടെ Dream11 ഇല്ല കേട്ടോ. നമ്മുടെ Dream11 ഇല്ലാത്ത വെറൈറ്റി കോൺടെസ്റ്റുകളൊക്കെയാണ് ഇത്. ഇപ്പോൾ 10x സ്പിന്നിങ് എന്ന് പറഞ്ഞൊരു കോൺടെസ്റ്റ് ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ₹500 ഇട്ട് 5000 കിട്ടും, 1500 ഇട്ടാൽ 15000 കിട്ടും, 200 ഇട്ടാൽ 2000 കിട്ടും. 10 ഇരട്ടി, അതായത് നിങ്ങൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ 10 ഇരട്ടി നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു കോൺടെസ്റ്റ് പറയുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ലിങ്ക് വഴി കയറുകയാണെങ്കിൽ ₹200 സ്പോട്ടിൽ കിട്ടും. ദെൻ അതുപോലെ തന്നെ നമ്മുടെ മൈ മാസ്റ്റർ 11 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യില്ലെങ്കിൽ ഇതും തീർച്ചയായും യൂസ് ചെയ്യണം. കാരണം ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. അതപ്പോൾ നമ്മുടെ മൈ മാച്ചസ് എടുക്കേണ്ട, അതിപ്പോൾ നമ്മുടെ ലീഡർ ബോർഡ് എടുക്കാം. അപ്പം ഞാൻ നമ്മുടെ SRH LST നമ്മളുള്ള ഒരു മത്സരമാണ്. അപ്പം ഞാൻ ടീമൊന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടീമൊന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ടൊരു ടീം ഇടാൻ കേട്ടോ. ഇന്നലെ ഇതുപോലൊരു സിമ്പിളായിട്ടൊരു ടീം ഇട്ടിട്ട് അത്യാവശ്യം നല്ല പൈസ കിട്ടിയായിരുന്നു. ചുമ്മാ ഒരു ടീം ഇട്ടതാ. ഇപ്പം ഞാൻ ടീം ഇട്ടിട്ട് ഇതാ ജോയിൻ ചെയ്യാൻ പോവാം. ₹1 കൊടുത്തതിനാൽ എനിക്കിവിടെ 37,375 വന്നാൽ കൂടെ ₹40 കിട്ടും. ഞാൻ ഇറക്കിയതിനേക്കാട്ടിലും ഡബിൾ എനിക്ക് എന്തായാലും ഏൺ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. അപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്തു. കണ്ടില്ലേ, സിമ്പിൾ പരിപാടിയാണ്. ഇനിയിപ്പോൾ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതവിടെ ഗീവേ ഉണ്ടാവും. ഫ്രീ ആണ്, ₹1 കൂടെ കൊടുക്കണ്ട. ഫസ്റ്റ് വന്നാൽ ₹20,000, സെക്കൻഡ് വന്നാൽ 10,000, 3 വന്നാൽ 5,000, തേർഡ് വന്നാൽ 5,000. ഇതൊക്കെ എന്തെങ്കിലും നഷ്ടമുള്ള പരിപാടിയാണ്. ഒന്നും നഷ്ടമില്ല. വെറുതെ പൈസ അങ്ങോട്ട് കൊടുത്ത് പൈസയും കൊടുക്കണ്ട. ₹0 ആണ്. ഇതാ ജോയിൻ ചെയ്തു. കണ്ടില്ലേ, ₹1 കൂടെ കൊടുക്കണ്ട. എൻട്രി ഫ്രീ ആണ്. ഇതാ ഞാൻ ഈ 2 കോൺടെസ്റ്റും ജോയിൻ ചെയ്തു. ഈ 2 കോൺടെസ്റ്റും ജോയിൻ ചെയ്തത് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസ കിട്ടും. ഞാൻ ചുമ്മാ വെറുതെ കളിച്ച് നോക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ആപ്ലിക്കേഷനിലൊക്കെ ചുമ്മാ ഞാൻ ഇങ്ങനെ കളിച്ച് നോക്കുമ്പോൾ എനിക്കിങ്ങനെ കാര്യങ്ങൾ കിട്ടാറുണ്ട്. ₹1 ഞാൻ ഇടാറുള്ളൂ. ₹1 ഇട്ടിട്ടൊക്കെയാണ് എനിക്ക് ഇത്രയും എമൗണ്ടൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ കുബേര ഫാൻറ്റസി ഇതുവരെ യൂസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. നമ്മുടെ ഹൈദരാബാദ് വേഴ്സസ് ലക്നോ മാച്ചിൽ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 5 പ്ലേയേഴ്സ് ഉണ്ടാകും. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ₹3 ഒരു കോൺടെസ്റ്റ് എടുക്കുകയാണ്. ഇവിടെ നമ്മുടെ മിച്ചൽ മാർഷ് ഉണ്ട്, നിക്കോളസ് പൂർണ്ണുണ്ട്, ട്രാവിസ് ഹെഡ് ഉണ്ട്, ഇഷാൻ കിഷൻ ഉണ്ട്, അഭിഷേക് ശർമ്മയുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ നമ്മൾ നിക്കോളസ് പൂർണ്ണ എടുത്തിട്ട് ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തു കോൺടെസ്റ്റ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ടീമാണ്, നമ്മളിപ്പോൾ പിക്ക് ചെയ്ത ആളാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തിട്ട് നമുക്ക് പൈസ കിട്ടി. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓപ്പോണൻറ്റ് കാണാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. ഇതൊക്കെ അങ്ങനത്തെ ഒരു കിടിലൻ ഫീച്ചറുള്ള ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ചോയ്സ് 11 ഈ ഒരു ആപ്ലിക്കേഷന് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിങ്ക് വഴി കയറിയാണെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ ₹100 കിട്ടും. അതുപോലെ ഇതിലും ഒരുപാട് ഗിവേഴ്സും കാര്യങ്ങളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. വേണ്ട ₹0 ജോയിൻ ചെയ്യാൻ പറ്റും എനിക്കിപ്പോൾ. ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ടീം ഇടാൻ പോവാണ്. ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടി, ഞാൻ ഇവിടെ പൈസയൊന്നും കൊടുക്കുന്നില്ല, വെറുതെ കയറുകയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിവിടെ വെറുതെ ഒരു ടീമൊക്കെ ഇട്ട് ഇങ്ങനെ കയറുന്നത്. സിമ്പിൾ അതാ ₹0 ഞാൻ ജോയിൻ ചെയ്തു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ഫോക്കസ് 11 ആണെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ സ്പോട്ടിൽ ₹200 കിട്ടും. അത് വെച്ച് കളിക്കാനൊക്കെ പറ്റും. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഞാൻ ഈ പറയുന്ന ആപ്ലിക്കേഷനിലൊക്കെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് TDSഉം GST ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കാര്യമായിട്ട് പൈസയൊന്നും കൊടുക്കണ്ട, പൈസയൊക്കെ ഇങ്ങോട്ട് വന്നോളും. Dream11 ഒന്ന് നിർത്തിയിട്ട് ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കും. കാരണം നല്ല രീതിയിൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ഷുവറാണ്. ഓക്കെ, ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. ആദ്യം തന്നെ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിലത്തെ 12 പ്ലെയേഴ്സും 12 പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ
സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്ന ഒരു പ്ലെയറിനെ കൂടെ കണക്കാക്കിയിട്ടാണ് അവരുടെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. രച്ചിൻ രവീന്ദ്രയാണ്. അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റ് ആയിട്ട് 5 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഈ ഒരു വെന്യൂവിൽ. ഈ ഒരു പിച്ചിൽ 190 റൺസാണ് എടുത്തിട്ടുള്ളത്. എഗെയിൻസ്റ്റ് RCB ആയിട്ടും 2 മത്സരം കളിച്ച് 90 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് അദ്ദേഹത്തിൻ്റെ ആവറേജ് 45 റൺസാണ് എഗെയിൻസ്റ്റ് RCB ആയിട്ടുള്ളത്. അതുപോലെ തന്നെ രാഹുൽ ത്രിപാഠിയാണ് ഈ ഒരു ഇന്നിങ്സ്, ഈ ഒരു പിച്ചിൽ അദ്ദേഹം 5 ഇന്നിങ്സാണ് കളിച്ചിട്ടുള്ളത്. 191 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് 30-40 റൺസ് വരെയൊക്കെ ആവറേജ് അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് RCB ആയിട്ട് 12 ഇന്നിങ്സ് ഏറ്റുമുട്ടിയിട്ട് 324 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് 30 റൺസ് എബോവ് ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന്. അതുപോലെ തന്നെ ഋതുരാജ് ഗെയ്ക്വാഡാണ്. ഗെയ്ക്വാഡിനെ പറ്റി പറയുന്ന സമയത്ത് 16 ഇന്നിങ്സാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്. 759 റൺസാണ്. പെർ മാച്ച് 58 റൺസ്, 60 തന്നെ കണക്കാക്കി 60 റൺസ് ആവറേജ് സ്കോർ ഉണ്ട്. എഗെയിൻസ്റ്റ് RCB ആയിട്ടാണെങ്കിൽ 8 ഇന്നിങ്സ് കളിച്ച് 188 റൺസ് കൊടുത്തിട്ടുണ്ട്. പെർ മാച്ച് എങ്ങനെ പോയാലും ഒരു 30 റൺസ് എബോ ആവറേജ് ഉണ്ട്. അതുപോലെ തന്നെ ദീപക് ഹൂഡ ആണെങ്കിലും 6 ഇന്നിങ്സാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിൽ 65 റൺസ് എടുത്തുള്ള ഒരു വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് RCB ആയിട്ട് 12 ഇന്നിങ്സ് കളിച്ച് 113 റൺസും അതുപോലെ തന്നെ ഒരു വിക്കറ്റുമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ദെൻ ശിവാൻ ദുബെയാണ്. അദ്ദേഹം ആണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ 16 മത്സരം കളിച്ചിട്ടുണ്ട്. 410 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് RCB ആയിട്ട് 5 മത്സരം കളിച്ച് 234 റൺസ് ഉണ്ട്. പെർ മാച്ച് എങ്ങനെ പോയാൽ ഒരു 40 റൺസ് എബോ ആവറേജ് ഉണ്ട് അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് RCB ആയിട്ടുള്ള റെക്കോർഡിൽ. പിന്നെ സാം കർൺ ആണെങ്കിലും 4 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 54 റൺസും ഒരു വിക്കറ്റുമാണ് എടുത്തുള്ളത്. എഗെയിൻസ്റ്റ് RCB ആയിട്ട് അദ്ദേഹം 7 ഇന്നിങ്സ് കളിച്ച് 7 വിക്കറ്റ് എടുത്തിട്ടുണ്ട്, 56 റൺസും എടുത്തിട്ടുണ്ട്. ദെൻ രവീന്ദ്ര ജഡേജയാണ്. ജഡേജയാണെങ്കിൽ 45 ഇന്നിങ്സാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്. 453 റൺസും എഗെയിൻസ്റ്റ് RCB ആയിട്ട് 29 മത്സരം കളിച്ച് 359 റൺസും എടുത്ത് 26 വിക്കറ്റ്സും നമ്മുടെ ജഡേജ എടുത്തിട്ടുണ്ട്. MS ധോണിയാണ്. ധോണിയാണെങ്കിൽ 60 ഇന്നിങ്സാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്. 1469 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ 33 ഇന്നിങ്സ് എഗെയിൻസ്റ്റ് RCB ആയി കളിച്ച് 864 റൺസ് ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന്. അതുപോലെ തന്നെ നമ്മുടെ രവിചന്ദ്ര അശ്വിനാണ്. അദ്ദേഹമാണെങ്കിൽ 43 ഇന്നിങ്സാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്. 83 റൺസും 51 വിക്കറ്റ്സും അദ്ദേഹം എടുത്തിട്ടുണ്ട്. അഗെയിൻസ്റ്റ് RCB ആയിട്ട് 28 ഇന്നിങ്സ് പ്ലേ ചെയ്ത് 97 റൺസ് എടുത്തിട്ടുണ്ട്. 24 വിക്കറ്റും എഗെയിൻസ്റ്റ് ആയിട്ട് RCBയുടെ അടുത്തുണ്ട് കേട്ടോ അദ്ദേഹത്തിന്. നൂർ അഹമ്മദാണ്. അദ്ദേഹമാണെങ്കിൽ 3 ഇന്നിങ്സ് എഗെയിൻസ്റ്റ് RCB ആയി കളിച്ച് 4 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ 2 മത്സരം കളിച്ച് 5 വിക്കറ്റും എടുത്തിട്ടുണ്ട്. നല്ല റെക്കോർഡിൻ്റെ ഈ ഒരു പ്ലെയറിന് ഈ ഒരു പിച്ചിൽ. ദെൻ നാഥൻ ഇലിക്സ് ആണെങ്കിലും 1 മത്സരമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ. എഗെയിൻസ്റ്റ് RCB ആയിട്ടാണെങ്കിലും അതേ റെക്കോർഡ് തന്നെയാണ്. ഖലീൽ അഹമ്മദ് 6 ഇന്നിങ്സാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ള 8 വിക്കറ്റ് എടുത്ത് ലാസ്റ്റ് മത്സരം തന്നെ 3 വിക്കറ്റാണ് അദ്ദേഹം എടുത്തത്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് RCB ആയിട്ടും 4 ഇന്നിങ്സ് കളിച്ച് 7 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഇവരുടെ 12 പേരെ നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ വിരാട് കോഹ്ലിയാണ്. അദ്ദേഹം ഈ ഒരു വെന്യൂവിൽ 15 മത്സരം കളിച്ച് 383 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. പെർ മാച്ച് എങ്ങനെ പോയാലും അദ്ദേഹത്തിന് ഒരു 30 റൺസ് എബോ ആവറേജ് സ്കോറായിട്ട് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് നമ്മുടെ CSK ആയിട്ട് 32 ഇന്നിങ്സ് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 1053 റൺസും അദ്ദേഹം എടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഫിലിപ്പ് സാൾട്ട് ആണ്. അദ്ദേഹം 2 ഇന്നിങ്സാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 17 റൺസ് എടുത്തുള്ളൂ. അഗെയിൻസ്റ്റ് RCB ആയിട്ടും വലിയ റെക്കോർഡ്സ് ഒന്നുമില്ല. അതുപോലെ ദേവൂഡ് പടിക്കലാണെങ്കിൽ 4 ഇന്നിങ്സ് കളിച്ച് 87 റൺസ് ഈ ഒരു പിച്ചിൽ ആവറേജ് ഉണ്ട്. എഗെയിൻസ്റ്റ് CSK ആയിട്ട് 8 ഇന്നിങ്സ് കളിച്ച് 240 റൺസ് എടുത്തിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ രാജിത് പടിദാറാണ്. 3 ഇന്നിങ്സ് കളിച്ച് 9 റൺസ് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. എഗെയിൻസ്റ്റ് CSK ആയിട്ട് 3 ഇന്നിങ്സ് കളിച്ച് 62 റൺസ് എടുത്തിട്ടുണ്ട്. ജിതീഷ് ശർമ്മയാണെങ്കിൽ 1 മത്സരം കളിച്ച് 21 റൺസ് മാത്രമേ എടുത്തുള്ളൂ. എഗെയിൻസ്റ്റ് CSK ആയിട്ട് 3 മത്സരം കളിച്ച് 47 റൺസാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ലിയാൻ ലിവിൻസ്റ്റൺ ആണ്. ഇദ്ദേഹം 1 മത്സരമാണ് ഇവിടെ കളിച്ചിട്ടുള്ള 40 റൺസും എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് CSK ആയിട്ട് 3 മത്സരം കളിച്ച് 119 റൺസും 2 വിക്കറ്റും അദ്ദേഹം എടുത്തിട്ടുണ്ട് കേട്ടോ. ടിം ഡേവിഡ് ആണ് അടുത്തതായിട്ട്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ 1 മത്സരം കളിച്ച് 15 റൺസാണ് എടുത്തിട്ടുള്ളത്. എഗെയിൻസ്റ്റ് CSK ആയിട്ട് 5 മത്സരം കളിച്ച് 63 റൺസുമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ കൃണാൽ പാണ്ഡ്യയാണ്. 10 ഇന്നിങ്സ് കളിച്ച് 47 റൺസ് ഈ ഒരു വെന്യൂവിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. 47 റൺസും 6 വിക്കറ്റുമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഓക്കെ, എഗെയിൻസ്റ്റ് CSK ആയിട്ട് അദ്ദേഹം 12 ഇന്നിങ്സ് കളിച്ച് 139 റൺസ് 9 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. ഭുവനേശ്വർ കുമാർ ആണെങ്കിൽ 12 ഇന്നിങ്സ് കളിച്ച് 7 വിക്കറ്റ് ഈ ഒരു ഗ്രൗണ്ടിൽ എടുത്തിട്ടുണ്ട്. CSK അഗെയിൻസ്റ്റ് ആയിട്ട് 13 വിക്കറ്റ് എടുത്തിട്ടുണ്ട് 20 മാച്ചിൽ. അതുപോലെ തന്നെ ഹെയ്സൽവുഡ് ആണെങ്കിലും 2 ഇന്നിങ്സ് കളിച്ച് 2 വിക്കറ്റാണ് എഗെയിൻസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് CSK അഗെയിൻസ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ സുയാഷ് ശർമ്മയാണെങ്കിലും ഈ ഒരു പിച്ചിൽ 2 എഗെയിൻസ്റ്റായി കളിച്ചിട്ട് 2 മത്സരം കളിച്ച് 1 വിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. യാഷ് ടയാൽ ആണെങ്കിൽ 2 ഇന്നിങ്സ് എഗെയിൻസ്റ്റ് CSK ആയിട്ട് കളിച്ച് 1 വിക്കറ്റ്സാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പിച്ചിൽ 1 മത്സരം കളിച്ച് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പോയിന്റ്സും കാര്യങ്ങൾക്കും H2H സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. കാരണം ഈ ഒരു ടീം നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അപ്പോൾ അതിനായിട്ട് നമ്മൾ Dream11 ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ടീം ക്രിയേറ്റ് ചെയ്യാം.
നമ്മുടെ ചെന്നൈ വേഴ്സസ് RCB. രണ്ട് ടീമിന് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഈക്വലൈസ്ഡ് ആയിട്ടുള്ള ടീം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ബൗളേഴ്സിലോട്ടാണ് പോകുന്നത്. ബൗളേഴ്സിൽ പോകുന്ന സമയത്ത് ഹേസൽവുഡ് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നൂർ അഹമ്മദ് നല്ല രീതിക്ക് ഇവിടെ വിക്കറ്റ്സ് എടുക്കുന്ന ഒരു ഓപ്ഷനാണ്. പതിരാനെ ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറക്കുക, വൈസ് ക്യാപ്റ്റനും കൊടുക്കുക. അതുപോലെ ക്രിണോൾ പാണ്ഡ്യ സ്പിന്നേഴ്സിന് ഇവിടെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. രവീന്ദ്ര ജഡേജ നല്ലൊരു ഓപ്ഷനാണ്. കാരണം അദ്ദേഹം വിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ബൗൾ ചെയ്യുന്നതുകൊണ്ട് വിക്കറ്റ്സ് വന്നു കഴിഞ്ഞാൽ നല്ല പോയിൻറ്റ്സ് കയറാനും ചാൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഡ്രീം ഇലവനൊക്കെ പോയിൻറ്റ് സിസ്റ്റമൊക്കെ മാറ്റിയതുകൊണ്ട് നല്ല രീതിയിൽ പോയിൻറ്റ്സ് കയറാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ഒരു മത്സരം 3 ഓവറൊക്കെ ചെയ്തു. മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനാണ് എങ്കിൽ നല്ലൊരു ഓപ്ഷനുമാണ് അദ്ദേഹം. ഓക്കെ, അതുപോലെ വിരാട് കോഹ്ലി, രച്ചിൻ രവീന്ദ്ര, ഗെയ്ക്വാഡിനെ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിലിപ്പ് സാൾട്ട്. നമുക്ക് ഇവിടെ ആകെ ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ജിതീഷ് ശർമ്മയിലോട്ട് പോകേണ്ടി വരും. ഓപ്പണിംഗ് നല്ലൊരു വെടിക്കെട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് നാളത്തെ മത്സരത്തിൽ. നമുക്ക് എന്തായാലും പുള്ളിയെ തന്നെ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ രാജിത് പടിദാറിന് ഏകദേശം 83% സെലക്ഷൻ ഉണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് തൂക്കി ഇട്ട് നോക്കാം നമ്മുടെ ടീമിൽ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു സ്പിന്നറിനെ എടുക്കുക എന്നുള്ളൊരു ലെവലിലാണ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ രവിചന്ദ്ര അശ്വിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഈക്വലൈസ് ആയിട്ടൊരു ടീം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇരു ടീമുകളിലും നോക്കുകയാണെങ്കിൽ ഇവിടെ ക്രിണോൾ പാണ്ഡ്യ ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ നൂർ അഹമ്മദ് ഉണ്ട് മെയിൻ സ്പിന്നേഴ്സായിട്ട്. ഫാസ്റ്റ് ബോളേഴ്സായിട്ട് ഖലീൽ അഹമ്മദ് ഉണ്ട്, ഹേസൽവുഡ് ഉണ്ട്. പിന്നെ അശ്വിനെയും ഞാൻ ജഡേജനെയും പക്ക ഓൾറൗണ്ടർ പോലെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്രിണോൾ പാണ്ഡ്യ ഓൾറൗണ്ടറാണ്, എന്നാൽ ഏകദേശം ഓക്കെ. നമ്മുടെ ടീം ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ക്യാപ്റ്റൻ VC അത്യാവശ്യം നല്ല രീതിയിൽ റൺസ് വരുന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. ഗെയ്ക്വാഡിനെയാണ് ഞാൻ ക്യാപ്റ്റൻസി കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു രീതിയിൽ തന്നെ കൊടുക്കാം. അപ്പോൾ വൈസ് ക്യാപ്റ്റൻസി എല്ലാവരും ആരെ കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹേസൽവുഡിനോ അല്ലെങ്കിൽ നമ്മുടെ ഖലീൽ അഹമ്മദിനെയും കൊടുക്കുക. കാരണം ബൗളേഴ്സിൻ്റെ ഏരിയയിൽ ഒരാളെ കൊടുക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. സോ നമ്മുടെ പ്രിവ്യൂ ടീമാണിത്. ഫിലിപ്പ് സാൾട്ട്, വിരാട് കോഹ്ലി, രാജിത് പടിദാർ, രച്ചിൻ രവീന്ദ്ര, അതുപോലെ തന്നെ ഗെയ്ക്വാഡ്, രവീന്ദ്ര ജഡേജ, രവിചന്ദ്ര അശ്വിൻ, ക്രിണോൾ പാണ്ഡ്യ, ഹേസൽവുഡ്, അതുപോലെ തന്നെ നമ്മുടെ ഖലീൽ അഹമ്മദ്, നൂർ അഹമ്മദ്. ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ആണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിലിടുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യില്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. മെമ്പേഴ്സ് ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.